യഹൂദനെ മനസ്സിലാക്കണമെങ്കിൽ ഇതാ അല്പം ചിന്തകൾ. എന്തുകൊണ്ടാണ് യഹൂദൻ ചരിത്രത്തിലുടനീളം യോദ്ധാവായും മറ്റുള്ളവരുമായി കലഹിക്കുന്നവനുമായി സ്ഥിതി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് യഹൂദന് മറ്റ് ഒരു വർഗത്തോടും ജാതിയോടും സഹകരിച്ച് ജീവിക്കുവാൻ കഴിയാതെ പോകുന്നത് എന്നത് മനസ്സിലാക്കണമെങ്കിൽ അതുമൂലം ഇസ്രയേലികളും പാലസ്തീനികളും തമ്മിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന രക്തച്ചൊരിച്ചിലിൻ്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചാൽ അത് സഹായകരമാകും എന്ന് മാത്രം ആമുഖമായി ഹ്രസ്വമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. ഇത് നമ്മുടെ അന്വേഷണം പുതിയ നിയമത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് തിരിച്ചു പോകുന്നത് ആയിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ഇതിന് മുൻപ് പല വീഡിയോകളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു സംഭവം, എന്നാൽ അതിനെപ്പറ്റി ഇന്നുവരെയും വെളിപ്പെടുത്താത്ത ഒരു അംശം, ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വശം സൂചിപ്പിക്കുകയും അതിൽ കൂടെ പഴയ നിയമത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യാമെന്നാണ് കരുതുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം എത്ര ധ്യാനിച്ചാലും അതിൻ്റെ പൊരുൾ അവസാനിക്കാത്ത വിധത്തിൽ ആശയങ്ങളുടെ വെല്ലുവിളിയോടെ നമ്മെ അഭിമുഖീകരിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു സംഭവമുണ്ട് എന്ന് നമുക്കറിയാം. യേശു ശമര്യക്കാരി സ്ത്രീയെ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് കണ്ടുമുട്ടുന്ന സംഭവം. ഞാനിതിനെപ്പറ്റി തന്നെ 3 വീഡിയോകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ വീഡിയോയിലും പ്രത്യേകമായ ആശയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നും തന്നെ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നതല്ല. അതുകൊണ്ട് ആവർത്തനമുണ്ടായി എന്ന് ആർക്കും തോന്നുവാൻ ഒരു വിധത്തിൽ ന്യായമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു ഈ ശമര്യക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുന്നത് യാക്കോബിൻ്റെ കുളക്കരയാണ്. ശമര്യക്കാരും യഹൂദന്മാരും തമ്മിൽ സന്ധിയില്ലാത്ത യുദ്ധമാണ് എന്ന് നമുക്കറിയാം. അവർ തമ്മിൽ നികത്താനാവാത്ത ഒരു വലിയ വിടവുണ്ട്. അതുകൊണ്ടാണ് യേശു അവളോട് ദാഹത്തിന് അല്പം വെള്ളം ചോദിച്ചപ്പോൾ, യഹൂദനായ നീ ശമര്യക്കാരിയായ എന്നോട് എങ്ങനെയാണ് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നത് എന്ന് അവൾ പറയുന്നുണ്ട്. യഹൂദന്മാർക്കും ശമര്യക്കാർക്കുമിടയിൽ അത്രമാത്രം അവസാനിക്കാത്ത വെറുപ്പും വിദ്വേഷവും അകൽച്ചയുമാണ് സൃഷ്ടിച്ചു വച്ചിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ യാക്കോബിൻ്റെ കുളക്കരയിൽ യേശു സ്ത്രീയെ കണ്ടുമുട്ടുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ യാക്കോബ് ആരാണ്? യാക്കോബ് ഇസ്രയേലികളുടെ തലതൊട്ടപ്പനാണ്. യാക്കോബിൽ കൂടെയാണ് ഇസ്രയേൽ എന്ന നാമം തന്നെ ഉണ്ടായത്. അതിൻ്റെ സാഹചര്യം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലുള്ളത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അവിടെ യാക്കോബ് അവൻ്റെ സഹോദരനായ ഏശാവിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ യാത്രാമധ്യേ അവൻ ഏകനായിരുന്ന രാത്രിയാമങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയും അത് ദൈവമാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അവിടെ ഒരു വലിയ ഗുസ്തി മത്സരം, റെസ്ലിംഗ് മാച്ച്, ദൈവത്തോട് ഗുസ്തി പിടിച്ച അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഗുസ്തി പിടിക്കുന്ന അവസ്ഥയിലേക്ക് യാക്കോബ് കടന്നു വരികയും നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ എന്നെ വിടുകയില്ല എന്ന് നിർബന്ധിച്ച് ദൈവത്തിൻ്റെ ദൂതനെ അല്ലെങ്കിൽ ദൈവത്തെ നിർബന്ധിച്ച അല്ലെങ്കിൽ ഈ ഗുസ്തി മത്സരത്തിൽ കൂടെ നിർബന്ധിച്ച ബുദ്ധിമുട്ടിച്ച യാക്കോബിന്
ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന പേരാണ് ഇസ്രയേൽ. ഇസ്രയേലിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ദൈവത്തോട് മത്സരിക്കുന്നവനെന്നാണ് അർത്ഥം. ഇസ്രയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോട് പോലും മത്സരിക്കുന്നവൻ, ദൈവത്തോട് പോലും യുദ്ധം ചെയ്യുന്നവൻ. പിന്നെ മനുഷ്യരോട് യുദ്ധം ചെയ്യാതിരിക്കുമോ? ഇത് വേദപുസ്തകത്തിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇസ്രയേലിൻ്റെ സ്വഭാവം മനസ്സിലാകത്തക്കവണ്ണമാണ് വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന് 32-ാം അധ്യായത്തിൽ യാക്കോബിനെ പറ്റി, പിൽക്കാലത്ത് ഇസ്രയേൽ എന്ന നാമം ലഭിച്ച, പേര് ലഭിച്ച അല്ലെങ്കിൽ നാമം നൽകപ്പെട്ട യാക്കോബ് പഴയ നിയമ ചരിത്രത്തിൽ ഇങ്ങനെ തലയെടുത്ത് നിൽക്കുന്നത് ദയവായി മനസ്സിലാക്കുക. ഈ യാക്കോബിൻ്റെ കുളക്കര ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ശമര്യക്കാരുടെ നാട്ടിലാണ്. യാക്കോബ് ഇസ്രയേലിൻ്റെ തലതൊട്ടപ്പനാണ്, വലിയ 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 മുത്തപ്പനാണ്. എന്നാൽ യാക്കോബിൻ്റെ കുളം എവിടെയാണ് നിൽക്കുന്നത്? ശമര്യക്കാരുടെ നാട്ടിലാണ്. അതിനേക്കാൾ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടത്, ഈ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ചാണ് ഇസ്രയേലിൻ്റെ ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്, ശരിയാവുകയില്ല, വേണമെന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാവുന്ന യേശു ശമര്യക്കാരുടെ പ്രതിനിധിയായ ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ പരസ്പരം കലഹിച്ച് പിളർന്നു പോയ രണ്ട് വംശങ്ങളുടെ ഒരു മുഖാമുഖമാണ് നമ്മുടെ കാണുന്നത്. ഇസ്രയേലിനെ പ്രതിനിധീകരിച്ച യേശുവും ശമര്യക്കാരെ പ്രതിനിധീകരിച്ച് ഈ സ്ത്രീയും, പേരില്ലാത്ത ഈ സ്ത്രീയും, അവർ കണ്ടുമുട്ടുന്നവിടെയാണ് ഇസ്രയേലികൾക്കും യഹൂദന്മാർക്കും ശമര്യക്കാർക്കും പൊതുവായ നെടുന്തൂണായ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഇത് നമ്മുടെ ശ്രദ്ധയർഹിക്കുന്ന മനോഹരമായൊരു ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഇനിയും നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് യേശു ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഞാനതിന് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരുപക്ഷെ ഇതേ കുളക്കരയിൽ വെച്ചായിരിക്കും ഈ സ്ത്രീ യേശു അവളോട് പറഞ്ഞതുപോലെ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതോ ഭർത്താവല്ല. 6 പേരെ ഇതേ കുളക്കരയിൽ, യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് തന്നെ അവൾ കണ്ടതാണ്. യേശു 7ാമത്തെ പുരുഷനാണ്. ആ 7ാമത്തെ പുരുഷനുമായിട്ടുള്ള സംവാദമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 2 സമീപനങ്ങൾ, മതത്തോടുള്ള 2 സമീപനങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. മതത്തോടുള്ള 2 സമീപനങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക. ഒന്ന് യാക്കോബിൻ്റെ സമീപനം, അല്ലെങ്കിൽ യാക്കോബ് അടയാളപ്പെടുത്തുന്ന സമീപനം. അതെന്താണ്? ദൈവത്തോട് മത്സരിക്കുന്ന സമീപനം, ദൈവത്തോട് ഗുസ്തി പിടിക്കുന്ന ആ സമീപനം. എന്താണത്? ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നിർബന്ധമായി ബലം പ്രയോഗിച്ച് പിടിച്ചു പറിക്കുന്ന ആ ഒരു സമീപനം. അതാണല്ലോ നാം ഇപ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം, ചില പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവത്തിന് തരാൻ മനസ്സില്ലാതിരിക്കുന്ന അനുഗ്രഹം കൂടെ നമുക്ക് ഹേമം ചെലുത്തി ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ സാധിക്കും. നമ്മളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ആ ട്രിക്ക് അറിയാവുന്ന ഇന്ന മാന്യദേഹം സജിത് പാഷായിക്കൊള്ളട്ടെ, ഹെവൻലി ഫീസ് തങ്കച്ചനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തി വിദഗ്ധൻ താരുവായിക്കൊള്ളട്ടെ, അങ്ങനെ മറ്റും കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അപ്പം ദൈവത്തോട് ഗുസ്തി പിടിച്ച് നമുക്ക് തരാൻ മനസ്സില്ലാതെ ദൈവം മാറ്റിവെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, യാക്കോബ് എപ്രകാരമാണ് ദൈവത്തോട് ഗുസ്തി പിടിച്ച് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല
എന്ന് നിർബന്ധം പിടിച്ചത് അതുപോലെ നിർബന്ധം പിടിക്കുന്നവനാണ് മിടുക്കൻ എന്ന ഒരു ധാരണ നമ്മുടെ ഇടയിൽ വളരെ വളരെ ശക്തിയായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. ഇത് വലിയ അപകടമാണ് എന്ന് ദയവായി തിരിച്ചറിയുക. അപ്പോൾ ദൈവത്തോട് മത്സരിക്കുന്ന ഈ ഒരു സ്വഭാവം, ഇത് യേശുവിൻ്റെ പരീക്ഷ, സാത്താൻ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ അവിടെ വരുന്നുണ്ട്. അത് ഞാൻ ആ ഭാഗം ഇപ്പോൾ പരാമർശിക്കുന്നില്ല. ഇതിനെ ആസ്പദമാക്കിയ മുൻപ് വീഡിയോ ഉള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ആ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ 2 തരത്തിലുള്ള സമീപനം. ഒന്ന് പുരുഷൻ്റെ സമീപനം, 2 സ്ത്രീയുടെ സമീപനം. പുരുഷൻ്റെ സമീപനം, സ്ത്രീയുടെ സമീപനം. പുരുഷൻ്റെ സമീപനം എപ്പോഴും ആധിപത്യത്തിൻ്റേതായിരിക്കും. നിങ്ങൾ ഏത് മേഖലയും നോക്കിക്കോളൂ. ഇപ്പോൾ പുരുഷൻ പ്രകൃതിയോട് ബന്ധം പുലർത്തുന്നു. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് പുരുഷൻ അവൻ്റെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് പ്രകൃതിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഈ പ്രകൃതി സംബന്ധമായ ദുരന്തങ്ങൾ. എൻവയോൺമെൻ്റൽ ക്രൈസിസ് എന്ന് പറയും. പാരിസ്ഥിതിക പ്രതിസന്ധി ഉണ്ടാക്കിയതിൻ്റെ മർമ്മം എന്താണ്? പ്രകൃതിയുടെ മേൽ പുരുഷൻ ആധിപത്യം സ്ഥാപിച്ചു. മാൻ കോൺകേർഡ് നേച്ചർ. പ്രകൃതി നമ്മുടെ ഭവനമായിട്ടാണ് ദൈവം വിഭാവന ചെയ്ത്, തോട്ടം അത് നമ്മുടെ ഭവനമായിട്ടാണ് വിഭാവന ചെയ്തത്. പക്ഷേ അത് അങ്ങനെയല്ല, നമ്മുടെ ഇരയാകണം എന്നത് പുരുഷ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പുരുഷനെ പ്രകാരമാണ് പ്രകൃതിയെ കീഴടക്കിയത്. അതുപോലെ തന്നെ പുരുഷൻ സ്ത്രീയെയും കീഴടക്കണം. പുരുഷ മേൽക്കോയ്മയ്ക്ക് വിധേയപ്പെട്ട് വേണം സ്ത്രീ സ്ഥിതി ചെയ്യുവാൻ, ജീവിക്കുവാൻ. അല്ലെങ്കിൽ അവൾ സ്ത്രീ അല്ല എന്ന ഒരു ധാരണ ഇതും പുരുഷ മേധാവിത്വത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ കലർത്തിയിട്ടാണ് പുരുഷ മേധാവിത്വത്തിൽ മതം സ്ഥാപിക്കുന്നത്. എന്നാൽ മതത്തിൻ്റെ ആവിർഭാവമായ ആത്മീകമായ ദർശനത്തിൽ ഇങ്ങനെ ഒരു വിഷമില്ല തന്നെ. അല്പം പോലും യേശുവിൻ്റെ പഠിപ്പീരുകൾ നോക്കിയാൽ അതിൽ പുരുഷ മേധാവിത്വമെന്നോ സ്ത്രീയുടെ അടിമത്തമെന്നോ ഒന്നുമില്ല. എന്ന് മാത്രവുമല്ല, പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ സ്ത്രീയുമില്ല പുരുഷനുമില്ല, ആധിപത്യവുമില്ല അടിമത്വവുമില്ല, എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നാകുന്നു. ഇപ്പോൾ സഭ യേശുവിൻ്റെ ശരീരമാണെന്ന് പറയുകയും അതിൽ കുറച്ചാളുകൾ മേലേക്കിടയിലും ബാക്കിയുള്ളവരെല്ലാം താഴെ കിടക്കുന്നവരുമാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിരോധാഭാസം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ പുരുഷ മേൽക്കോയ്മയുടെ കണ്ണിൽ കൂടെ കാണുമ്പോൾ അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, ഈ പുരുഷ മേൽക്കോയ്മയിൽ കൂടെ ഉടലെടുത്ത സംസ്കാരത്തിൽ പരിശീലിക്കപ്പെട്ട സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഈ ഉച്ചനീചത്വങ്ങളുടെ ശ്രേണീബദ്ധമായ മത സംവിധാനം ഇല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് നിർബന്ധിക്കും. അത് ഞാൻ അങ്ങനെ അനേകം പേരെ കണ്ടിട്ടുണ്ട്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ അടിമത്വം താല്പര്യപ്പെടുന്ന സ്ത്രീകളെ ഞാൻ അനേകം പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ ആശയങ്ങളോട് അങ്ങനെയുള്ളവർക്ക് വളരെ വെറുപ്പാണ് എന്നൊരു സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. അത് ന്യായമാണ്, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. മനുഷ്യരെ ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയിൽ പരിശീലിപ്പിച്ചാൽ അത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അത് മാത്രമേ അവർ പറയുകയും പ്രവർത്തിക്കുകയും നിലപാടായി സ്വീകരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ എന്നത് വളരെ ന്യായമാണ്. അപ്പോൾ പുരുഷ മേധാവിത്വം അതെന്താണ്? പുരുഷൻ്റെ സമീപനം എന്താണ്? മത്സരിക്കുക, ഗുസ്തി പിടിക്കുക. എന്തിനാണ് മത്സരിക്കുന്നത്? ആധിപത്യം സ്ഥാപിക്കാൻ, എല്ലാറ്റിനെയും സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ. ഇതാണ്. നിങ്ങൾ ഏത് മതവും ശ്രദ്ധിച്ചു നോക്കൂ. ഏറ്റവും മേൽത്തരമായി സംഘടിപ്പിക്കപ്പെട്ട മതത്തിലാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണ പ്രവണത വർദ്ധിക്കുന്നത്. ഇപ്പോൾ റോമൻ കാത്തലിക് ചർച്ചാണ് ലോകത്തിലെ ഏറ്റവും മഹനീയമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മതം. നിങ്ങൾ കൊറിയയിൽ പോയാൽ അവിടുത്തെ ആളോട് ചോദിച്ചാൽ, അവിടെ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര മതമുണ്ട് ചോദിച്ചാൽ അവർ പറയും ഇവിടെ 3 മതങ്ങളുണ്ടെന്ന് പറയും. അതേതാണ്? 1 ബുദ്ധമതം, 2 കത്തോലിക്ക മതം,
3 പ്രൊട്ടസ്റ്റന്റ് മതം. അങ്ങനെ 3 മതങ്ങളാണ് അവിടെ. അപ്പോൾ കത്തോലിക്ക മതവും പ്രൊട്ടസ്റ്റന്റ് മതവും രണ്ടും വളരെ വ്യത്യസ്തമാണ്. അത് വാസ്തവത്തിൽ ശരിയാണത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ കത്തോലിക്ക സഭയെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൃത്യമായി നിയമത്തിൻ്റെ മുൾമുനയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പുരുഷ മേൽക്കോയ്മയുടെ അത്യുഗ്രമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു സംവിധാനമാണ്. അതിലാണ് സ്ത്രീയുടെ അടിമത്വം ഏറ്റവും കൂടുതലായിരിക്കുന്നത് എന്നത് നമുക്ക് അതേസമയം തന്നെ അതിന് ഏതാണ്ട് അല്പം ഒരു മയം വരുത്തത്തക്കവണ്ണം മാതാവിനെ മധ്യസ്ഥയായി സ്വീകരിക്കുന്നു എന്നത് ഒരു കൺസെഷൻ പോലെയാണ്. ടോക്കണിസം നമ്മൾ പറയും. ഇപ്പോൾ ഭാരത രാഷ്ട്രീയത്തിൽ ദലിതന്മാർക്ക് ചില ടോക്കൺസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് അവരുടെ അവസ്ഥ ഒരിക്കലും മെച്ചപ്പെടുകയില്ല. എന്നാൽ എടുത്തു പറയാനായിട്ട് ഇന്ന ദളിത് ആളിനെ ഒരു വലിയ കസേരയെ ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിക്ക് യാതൊരു മാറ്റവും വരാതെ അങ്ങനെ സംരക്ഷിക്കുവാനായി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ് ഈ ടോക്കണിസം എന്നുള്ളത്. അതുപോലുള്ളൊരു ടോക്കണിസമാണ് ഈ മാതാവിനോട് കാണിക്കുന്ന വലിയ ഭക്തിയും പിന്നെ മാതാവിനെ കൊണ്ടുള്ള കച്ചവടം വളരെ ലാഭമേറിയതാണ് എന്ന് യോസപ്പച്ചൻ ആലപ്പുഴ കൃപാസനത്തിലെ കാലവും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം നീണാൾ വാഴട്ടെ. ഇതെല്ലാം പുരുഷൻ്റെ കളിയാണ്. പുരുഷനെ കൊണ്ടേ ഇത് സാധിക്കും. പിന്നെ പുരുഷൻ്റെ സ്വാധീനത്തിൽ ഈ കാലത്ത് ചില സ്ത്രീകൾ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ടോം സക്കറിയായും രാജാക്കാട് സിന്ധുവും അവരൊരു ഇരട്ടയാണ്, അവരൊരു ടീമാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ആളുകളെ കളിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കട്ടെ, അവരും നീണാൽ വാഴട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പുരുഷൻ്റെ സമീപനം, പുരുഷൻ്റെ ദൈവത്തോടുള്ള സമീപനം എപ്പോഴും അവനോട് മത്സരിക്കുക എന്നുള്ളതാണ്. മത്സരിക്കുന്നതിൻ്റെ ഉദ്ദേശം സ്വന്തം ചൊൽപ്പടിയിൽ ദൈവത്തെ നിർത്തുക. അങ്ങനെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്താത്ത ദൈവത്തെ എന്ത് ചെയ്യും? അതിൻ്റെ പേരാണ് ക്രൂശീകരണം എന്നുള്ളത്, കൊന്നുകളയും. ഇതാണ് പുരുഷൻ്റെ മതത്തോടുള്ള സമീപനം. ഇതിനപ്പുറമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവം സൽബുദ്ധി കൊടുക്കട്ടെ എന്നല്ല ഞാനെന്ത് പറയാനാണ്. ഇനിയും സ്ത്രീയുടെ സമീപനം എന്താണ്? അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ ആ കുളക്കരയിൽ വരുന്നു, യാക്കോബിൻ്റെ കുളക്കരയിൽ വരുന്നു. ആരാണ് യാക്കോബ്? ദൈവത്തോട് മത്സരിച്ച് പേര് കേട്ട, ഇസ്രയേൽ എന്ന പേര് പ്രാപിച്ച വ്യക്തിയാണ് യാക്കോബ്. അതൊരിക്കലും, എന്തുകൊണ്ടാണ് യാക്കോബിൻ്റെ കുളത്തിൽ ഇപ്പോഴും വെള്ളമുള്ളത്? യാക്കോബ് എന്തിനെ പ്രതിനിധീകരിച്ചു? അതൊരിക്കലും ചരിത്രത്തിൽ അവസാനിക്കുകയില്ല. അതെപ്പോഴും എപ്പോഴും എപ്പോഴും നിലകൊള്ളും. അവിടെ വന്നിട്ട് വേണം സ്ത്രീ അവളുടെ ദാഹം തീർക്കാൻ. ഇത് വളരെ മനോഹരമായൊരു വെളിപ്പെടുത്തലാണ്. നീ യഹൂദ സ്ത്രീ ആയിക്കൊള്ളട്ടെ, നീ ശബരിയക്കാരി സ്ത്രീ ആയിക്കൊള്ളട്ടെ, നീ മലയാളി ആയിക്കൊള്ളട്ടെ, നീ തമിഴത്തി ആയിക്കൊള്ളട്ടെ, നീ ആരുമായിക്കൊള്ളും, മദാമ ആയിക്കൊള്ളട്ടെ, ഗിദാമ ആയിക്കൊള്ളട്ടെ, നിൻ്റെ ദാഹം ഈ ലോകത്തിൽ ശമിക്കണമെങ്കിൽ നീ യാക്കോബിൻ്റെ കുളക്കരയിൽ തന്നെ വരണം. അതെന്താണ്? ദൈവത്തെ പോലും സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തുവാൻ ശ്രമിക്കുന്ന പുരുഷൻ അവൻ്റെ കയ്യിൽ നിന്ന് വല്ലതും പ്രാപിച്ചിട്ട് വേണം, ഒരിറ്റ് വെള്ളം കിട്ടിയിട്ട് വേണം ദാഹം ശമിപ്പിപ്പാൻ എന്നതാണ് ഈ ഭൂമിയിൽ ഇന്നും സ്ഥിതി ചെയ്യുന്ന വ്യവസ്ഥിതി. അതിനെതിരെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ആ ഉയരുന്ന ശബ്ദങ്ങളിൽ വേണ്ടതുപോലെ ബുദ്ധിയോ പരിജ്ഞാനമോ ആത്മീകമായ പ്രസക്തിയോ ഉള്ളതായി ഞാൻ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഈ വിഷയങ്ങളിലൊക്കെ അല്പം റിസർച്ച് ചെയ്ത് ഗവേഷണം ചെയ്ത വ്യക്തി തന്നെയാണ്. അതിൽ കാര്യമായ ന്യൂനതകളുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, വേറൊരു സമയത്തായിക്കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ സമീപനം എന്താണ്? അവളുടെ ഗതികേട് ഇതാണ്. യാക്കോബിൻ്റെ കുളത്തിൽ നിന്ന് മാത്രമേ അവൾക്ക് വെള്ളം കിട്ടുകയുള്ളൂ. പക്ഷെ അവിടെ വെള്ളം കുടിക്കാനായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അധികപ്പറ്റുകളാണ് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതോ ഭർത്താവല്ല. എന്നാൽ അതുകൊണ്ട് അവളുടെ ജീവൻ്റെ ദാഹം ശമിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്,
ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും പിന്നെയും ദാഹിക്കും. ഇത് കുടിക്കും തോറും നീ മരണത്തിൻ്റെ വക്കിലേക്ക് അടുക്കുകയാണ്. ദാഹം ശമിപ്പിച്ച് 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 നീ നിൻ്റെ ശവക്കുഴിയിൽ വീണുപോകും. നീ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ, നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വില എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാതെ നീ കുഴിയിൽ വീണുപോകും. രാത്രി നിന്നെ വിഴുങ്ങും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തെ എല്ലാവരും, സ്ത്രീയും പുരുഷനും, തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് യേശു ശബരിക്കാരുടെ നാട്ടിലേക്ക് പോയത്. അല്ല ചുമ്മാ എക്സ്കർഷന് പോയതൊന്നുമല്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാൻ സാധിക്കും. യേശു അവളോടൊരു സംഭാഷണം ആരംഭിക്കുകയാണ്. ആ സംഭാഷണത്തിൽ കൂടെ അവൾക്ക് സംഭവിച്ച ആ വലിയ അധപ്പതനം, ഇടിവ്, അതിൽ വർത്തിക്കുന്ന മർമ്മമെന്ത് എന്ന് അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനോട് അവൾ എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം കാണുന്ന സംഭവം, അതായത് യാക്കോബ് ദൈവത്തോട് മത്സരിക്കുന്നു. വാക്ക് പ്രത്യേകം ഓർമ്മിക്കുക, മത്സരിക്കുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സ്ത്രീ ദൈവത്തോട് സംവാദിക്കുന്നു. പുരുഷൻ മത്സരിക്കുമ്പോൾ സ്ത്രീ സംവാദിക്കുന്നു അവളുടേതായ വിധത്തിൽ. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അവരുടെ സംവാദത്തിലും മത്സരത്തിൻ്റെ ചുവ അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവൾ പുരുഷൻ നിർമ്മിച്ച വ്യവസ്ഥിതിയുടെ അടിമയും ഇരയുമായതുകൊണ്ടാണ്. ഞാനത് ഇപ്പോൾ ഒന്ന് വിശദീകരിക്കട്ടെ. യേശു അവളോട് വെള്ളം ചോദിക്കുമ്പോൾ അവൾ എന്താണ് പറയുന്നത്? അവൾ സാധ്യമല്ല എന്നാണ് പറയുന്നത്. നോ, ഒരിക്കലും അത് എങ്ങനെയാണ് യഹൂദനായ നീ ശമരിയക്കാരിയായ എന്നോട് എങ്ങനെയാണ് വെള്ളം ചോദിക്കുന്നത്? അതൊരു പ്രതിരോധമാണ്, ഒരു റെസിസ്റ്റൻസാണ്. അത് മത്സരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ വാളും, പണ്ടത്തെ കാലത്താങ്ക് വാളും പരിചയമുണ്ട്. വാളുകൊണ്ട് വെട്ടും, പരിചയം കൊണ്ട് തടുക്കും, അല്ലേ? അപ്പോൾ ഈ സ്ത്രീ അവിടെ വാളില്ല, അവിടെ പരിചയമുണ്ട്. അവൾ ഒരു പ്രതിരോധം ഉപയോഗിക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോൾ അവൾ പറയുന്നു, നിങ്ങളുടെ ആളുകൾ അവിടെയാണ് ആരാധിക്കുന്നത്, ഞങ്ങളുടെ ആളുകൾ ഇവിടെയാണ് ആരാധിക്കുന്നത്. അവൾ അതും പ്രതിരോധമാണ്. വിഷയത്തിൽ നിന്ന് യേശുവിൻ്റെ ശ്രദ്ധ, യേശു പറഞ്ഞു 5 ഭർത്താക്കന്മാർ നിനക്കൊണ്ട് ഉണ്ട്, ഇപ്പോൾ ഉള്ള ഭർത്താവില്ലെന്ന് പറയുമ്പോൾ അവൾ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറയാതെ, അങ്ങനെയാണെന്നോ അല്ലെന്നും പറയാതെ അവൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ പൂർവികന്മാർ അവിടെയാണ് ആരാധിച്ചത്, ഞങ്ങളുടെ പൂർവികന്മാർ ഇവിടെയാണ് ആരാധിക്കുന്നത്. അവൾ വിഷയം മാറ്റുകയാണ്. അതും ഒരു പ്രതിരോധത്തിൻ്റെ തന്ത്രം തന്നെയാണ്. അവൾ സത്യത്തെ നുള്ളിച്ചോടുകയാണ്. കാരണം സത്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തവണ്ണം അവളെ ഒരവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു സ്ത്രീയുടെ സമീപനം ഇങ്ങനെയാണ്. പ്രതിരോധം മാത്രം. പുരുഷൻ ആക്രമിക്കുന്നു, സ്ത്രീ പ്രതിരോധിക്കുന്നു. പുരുഷൻ ദൈവത്തെ ആക്രമിക്കുന്നു, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. സ്ത്രീയും ദൈവത്തെ പ്രതിരോധിക്കാൻ നോക്കുന്നു. വളരെ മനോഹരമാണ്. എന്നാൽ ഇത് രണ്ടിനെയും ദൈവം അതിജീവിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യൻ്റെ ആ അക്രമത്തെ, തന്നെ ദൈവത്തെ പോലും കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ആസക്തിയെ എപ്രകാരമാണ് അതിജീവിക്കുന്നത്? അതിൻ്റെ ഫലമായി യാക്കോബ്, പിന്നെ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കോബിൻ്റെ തുട അത് തെറ്റിച്ചു കളഞ്ഞു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി യഹൂദൻ ഇന്നും ഒരു മൃഗത്തെ ആഹാരമാക്കുമ്പോൾ അതിൻ്റെ തുടയിലുള്ള സയാറ്റിക് നെർവ് അത് കഴിക്കരുത് എന്ന നിയമമുണ്ട്. യഹൂദൻ്റെ നിയമം അനുസരിച്ച് ഒരു മൃഗത്തിൻ്റെ സയാറ്റിക് നെർവ്, അതായത് അതിൻ്റെ തുടയിലുള്ള ഹിപ്പ് ജോയിൻറ്റിലുള്ള മസിൽ നിയന്ത്രിക്കുന്ന നെർവ്, അത് കഴിക്കുന്നവനെ ഫ്ലോഗ് ചെയ്യണം, കെട്ടിയിട്ട് അടിക്കണം. അത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നൊരു വിഷയമാണ്.
അങ്ങനെ ദൈവം അവനെ അപ്രകാരൻ്റെ കാലിൻ്റെ കുഴ തെറ്റിച്ച് വിട്ടു. ദൈവം രക്ഷപ്പെട്ടു. പുരുഷൻ്റെ കയ്യിൽ നിന്ന് ദൈവം രക്ഷപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ചിന്തനീയമാണ്. പുരുഷൻ്റെ കയ്യിൽ നിന്ന് ദൈവം രക്ഷപ്പെട്ടു. പക്ഷെ അന്നത്തെ പുരുഷൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോഴത്തെ പുരുഷൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞാനായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ സ്ത്രീ എങ്ങനെയാണ്? അങ്ങനെ ഞാൻ ദൈവത്തോടാണല്ലോ മത്സരിച്ച്, ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ, ഞാൻ ദൈവത്തെ കണ്ടിട്ട് ഞാൻ മരിച്ചില്ലല്ലോ എന്ന ഒരു ചിന്തയിൽ കൂടെ പുരുഷൻ അതിനൊരു ഓർമ്മ സൃഷ്ടിക്കുകയാണ്, ഒരു സ്മാരകം സൃഷ്ടിക്കുകയാണ്. അതെങ്ങനെയാണ്? ഒരു കല്ലുകൾ കൂട്ടി, കൽത്തൂമ്പാരം കൊണ്ട്. പുരുഷൻ എപ്പോഴും കല്ലിനോട് താല്പര്യമാണ്. പുരുഷന് കല്ലിനോട് താല്പര്യമാണ്. കാരണം നമുക്കറിയാം, ആദ്യത്തെ ആയുധമുണ്ടാക്കിയത് കല്ലുകൊണ്ടാണ്. അതുകൊണ്ട് പുരുഷൻ എപ്പോഴും കല്ലിനോട് ഒരു താല്പര്യമുണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധ നോവലായ നോട്ടർഡം, ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടർഡം എന്ന നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല. പുരുഷന് കല്ലിനോടുള്ള പുരുഷ മേധാവിത്വം, പൗരോഹിത്യം, അതിന് കല്ലിനോടുള്ള താല്പര്യം. എവിടെ പോയാലും കല്ല് പെറുക്കി വെക്കുക. കേരളത്തിൽ കല്ല് പെറുക്കി ഇങ്ങനെ ക്രിസ്ത്യാനി ഇപ്പോൾ കല്ല് പെറുക്കിയായിട്ട് നടക്കുകയാണ്. എവിടെയും കല്ല് പെറുക്കി വെക്കും. പഴയ പള്ളി പുതുക്കി പണിയുന്നു, പുതിയ പള്ളി പണിയുന്നു, ഒന്നും ഒത്തില്ലെങ്കിൽ പാരിഷ് ഹോള് പണിയുന്നു. പണിത് കല്ല് പെറുക്കി നടക്കുകയാണ്. അത് പുരുഷൻ്റെ മേധാവിത്വത്തിൻ്റെ പ്രകടനമായിട്ടാണല്ലോ. അതിന് ആത്മീയമായ യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ പള്ളി പണിയുന്നത് തന്നെ ദൈവത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവെക്കാനാണ്. അന്ന് യാക്കോബ് നടത്തിയ ഗുസ്തിയില്ലേ, അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ പള്ളി പണിയും എന്നത് നാം മനസ്സിലാക്കുന്നില്ല. പോട്ടത് മറ്റൊരു വിഷയമാണ്. എന്നാൽ സ്ത്രീ എന്ത് ചെയ്യുന്നു? അവൾ യേശുവിനെ കണ്ടു, അവൻ ദൈവപുത്രനാണ്, അവൻ പ്രവാചകനാണെന്നെങ്കിൽ അവൾ മനസ്സിലാക്കിയ ശേഷം അവൾ എന്ത് ചെയ്യുന്നു? അവൾ കല്ലൊന്നും പെറുക്കി കൂട്ടാൻ നോക്കിയില്ല. ഒരു സ്ത്രീ പ്രതികരിക്കുന്നത് അവളുടെ പ്രത്യേകതയിലാണ്. ഇപ്പോൾ അവൾ പുരുഷൻ്റെ ഇരയായിട്ടല്ല അവൾ പ്രതികരിക്കുന്നത്, അവളൊരു സ്ത്രീയായിട്ടാണ് പ്രതികരിക്കുന്നത്. ആ സ്ത്രീയുടെ ആധികാരികമായ പ്രതികരണം എന്താണ്? അവൾ വെള്ളം കോരി വീട്ടിൽ വെള്ളം കൊണ്ടുവരുവാനായി കൊണ്ടുവന്ന തൊട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. വളരെ ശ്രദ്ധേയമാണ്. ഒരു പുരുഷനത് ചെയ്യുകയില്ല. പുരുഷനൊന്നും ഉപേക്ഷിച്ച് പോകത്തൊന്നുമില്ല. ഒക്കുമെങ്കിൽ 10 പുതിയ തൊട്ടിയും കൊണ്ടേ അവിടുന്ന് പോകത്തുള്ളൂ. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനിയാണെങ്കിൽ കുറഞ്ഞ പക്ഷം 2 തൊട്ടി മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിനാ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പോൾ അവൾ എല്ലാം മറന്ന് ഈ പുതിയ യാഥാർത്ഥ്യത്തിലേക്ക്, ഈ പുതിയ അനുഭവത്തിലേക്ക്, ഈ പുതിയ വ്യക്തിത്വത്തിൻ്റെ പ്രഭയിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. അതുപോലൊരു പുരുഷനും പ്രതികരിക്കുകയില്ല. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ അവളുടെ നിയന്ത്രണമില്ല എന്നത് പോട്ടെ, അവളുടെ ആവശ്യങ്ങൾ പോലും മറന്ന് ഈ പുതിയ യാഥാർത്ഥ്യത്തിൻ്റെ സാധ്യതകളെ ആവേശത്തോടുകൂടെ തിരിച്ചറിഞ്ഞതനുസരിച്ച് അവൾ പ്രവർത്തിക്കുകയാണ്. അവളൊരു പുതിയ വ്യക്തിത്വം പ്രാപിച്ചു എന്നതിൻ്റെ തെളിവ് അവൾക്ക് പുതിയ പേര് കിട്ടിയെന്നോ, അവൾ പുതിയ കൽക്കൂമ്പാരോട് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതല്ല, അവളിലൊരു പുതിയ ദൗത്യബോധമുണ്ടായി എന്നുള്ളതാണ്. അവൾ എന്തുകൊണ്ടാണ് അവൾ കൊണ്ടുവന്ന തൊട്ടി യാക്കോബിൻ്റെ കുളക്കരയിൽ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്? അങ്ങ് ദൂരെയുള്ളവരോട് ഇവർ പ്രവാചകൻ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്നതിനാണ്. അതാണ് ആ പുതിയ വ്യക്തിത്വം. അത് ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന മഹനീയമായ സാധ്യതയാണെന്നാണ് യേശു സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് വേണ്ടതുപോലെ നാം മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായവും ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം തമ്മിൽ ഒന്ന് അടുപ്പിച്ച് പിടിച്ച് ചേർത്ത് വായിച്ചെങ്കിൽ, ധ്യാനിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള സാധ്യതകൾ അനേകം വേദപുസ്തകത്തിലുണ്ട്. പക്ഷേ ഇപ്രകാരമുള്ള സമീപനം വേണ്ടതുപോലെ ഇല്ല. എന്നാൽ അത് വളർത്തിയെടുത്താൽ അത്ഭുതകരമായ പരിജ്ഞാനം പ്രാപിപ്പാൻ സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി, കടപ്പാട് അറിയിക്കുന്നു.